മിട്ടുവിനെ ആരെങ്കിലും പിടിച്ചു കാണോ? വേണ്ടാത്തൊന്നും വിചാരിക്കണ്ട അപ്പു. എന്തോ വെളിച്ചം കാണുന്നുണ്ട്. ശരിയാണല്ലോ. 3 വഴികളോ? മിട്ടു എങ്ങോട്ട് പോയി കാണും? ഇതാകെ കുഴഞ്ഞല്ലോ കാത്തു. മണം ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ. കാൽപ്പാട് വല്ലതും കാണുന്നുണ്ടോന്ന് നോക്കപ്പൂ. ഒന്നും കാണുന്നില്ലല്ലോ കാത്തു. നമുക്കേ ഈ വെളിച്ചം കാണുന്ന വഴിയെ പോയാലോ? എനിക്കും അതാ തോന്നുന്നേ. അയ്യോ കാത്തു, ഇതെന്താ? എനിക്ക് പേടിയാവുന്നു. എനിക്കും. നമുക്ക് മുന്നോട്ട് പോണോ അപ്പു? അയ്യോ അമ്മേ! അപ്പു, തറയിൽ കിടന്നോ? രക്ഷപ്പെട്ടു കാത്തു. അവര് നമ്മളെ ഒന്നും ചെയ്തില്ല. ശരിയാ. വാ അപ്പു, നമുക്ക് പോവാം. അയ്യോ അപ്പു, നോക്ക്, ആ പരുന്ത്. അയ്യോ അപ്പു, നമുക്ക് ആ ഗുഹയിലേക്ക് തന്നെ തിരിച്ചു പോകാം. അപ്പൊ നിങ്ങൾ ഈ ഗുഹയ്ക്കകത്തായിരുന്നല്ലേ? അപ്പു, ഇനി തിരിഞ്ഞോട്, വേഗം. ഹായ് മിന്നാമിനുകൾ. നിങ്ങൾക്കറിയാമോ മിട്ടു എങ്ങോട്ട് പോയിന്ന്? മുയൽക്കുട്ടിയോ? ചിലപ്പോൾ അവൻ കാട്ടിലെ ഭക്ഷണശാലയിലുണ്ടാവും. അതിന് താഴത്തോടെ പോയാ മതി. ഞങ്ങൾ കുറച്ചു ദൂരം വഴി കാട്ടിത്തരാം. ആ വഴി നല്ല ഇരുട്ടാ. വലിയ ഉപകാരം. നേരത്തെ ഞങ്ങൾക്ക് വഴി തെറ്റിയതാ. ഇനി ഞങ്ങൾ പോട്ടെ. ആ വെളിച്ചം കാണുന്നതാ ഭക്ഷണശാല. എനിക്ക് വിശക്കുന്നപ്പൂ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് സഹിക്കാൻ വയ്യ. അപ്പൊ നിങ്ങൾ ഇങ്ങ് എത്തിയോ? അപ്പം മിട്ടുവിന് ഈ വഴി അറിയായിരുന്നോ? പിന്നല്ലാതെ ഇത് ഇവിടേക്കുള്ള വഴി തന്നെയാ. ഞാൻ നിങ്ങളെ കൂട്ടാൻ തിരിച്ചു വന്ന് മാളത്തിന് പുറത്തിറങ്ങാൻ നോക്കി. അപ്പൊ വീണ്ടും ചെമ്പനെ ഞങ്ങൾ ഓടിച്ചു. ചെമ്പൻ ജീവനും കൊണ്ട് ഓടിയില്ലേ? അതെങ്ങനെ? നിങ്ങളെ സമ്മതിക്കണം. വാ, നിങ്ങൾക്ക് എന്റെ അച്ഛനും അമ്മയും കാണണ്ടേ? അച്ഛാ, അമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാർ, കാത്തും അപ്പും. അവർ ചെമ്പനെ ഓടിച്ചോന്ന്. അത് കൊള്ളാലോ. ആഹാ, മിടുക്കന്മാർ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? എന്നാലേ ഇവർക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുമിട്ടു. നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പൊ തിരക്കുന്നുണ്ടാവുമല്ലോ. എപ്പോഴാ ഇനി വീട്ടിലേക്ക് പോകുന്നേ? പോണം, പക്ഷെ ഞങ്ങൾക്ക് വഴി അറിയില്ല. വഴി അറിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടാവോ? അത് ശരിയാ. ഞാനൊന്ന് നോക്കട്ടെ. പച്ചച്ചക്കയാണല്ലോ. അപ്പൊ ഈ ചക്ക അവന്മാർ എന്റെ ദേഹത്ത് മുറിച്ചിട്ടതാണല്ലേ. ശരിയാക്കി തരാൻ ഞാൻ രണ്ടിനെയും. ഒട്ടും സമയം കളയാനില്ല. ജിണ്ടനാണെങ്കിൽ ക്ഷമ തീരെയില്ല, അറിയാലോ. ജിണ്ടനുള്ളത് കൊടുത്തിട്ട് പോടേ. അങ്ങനെ പോരട്ടെ. ഇതിനെന്തിത്ര താമസം? ഇവര് ചുണ്ടന്റെയും ചുണ്ടന്റെയും ബന്ധുക്കളായിരിക്കോ? അറിയില്ല കാത്തു. അല്ല,
വലിപ്പം ഉണ്ടെങ്കിലും ഇവർ എലികൾ തന്നെയല്ലേ. നമ്മൾ എന്തിനാ പേടിക്കുന്നേ? പക്ഷെ കണ്ടിട്ട് പേടിയാവുന്നു. കയ്യിലാണെങ്കിൽ കത്തിയും. എനിക്കെന്തോ അത്ര പേടി തോന്നുന്നില്ല അപ്പു. കാത്തുവിനോടാണ് കളി. കാത്തു, നിനക്കെന്താ വട്ടായോ? എടുക്കെടുക്ക. പ്രതിസന്ധികളിൽ ഒരിക്കലും തളരരുത്. ശത്രുവിനെ ഒരിക്കലും ഭയക്കരുത്. അങ്ങനെ വേണം മോളെ ധൈര്യശാലിയായ ഒരു പൂച്ചയായി നീ വളരേണ്ടത്. ആരടാ നീ? അത്രയ്ക്കായോടാ? നിനക്ക് വേണ്ടതാ ചുണ്ടൻ നേരിട്ട് തരും. തന്നിരിക്കും. ഇതാണോ പല്ലൻ ചിണ്ടൻ? അയ്യോ, ഇനി രക്ഷയില്ല. ഓടിക്കോ. കാത്തു, കാത്തു. ഇനി കാത്തുവാ ഞങ്ങളുടെ നേതാവ്. ഞങ്ങക്ക് പണ്ടേ കാത്തു തന്നെയാ നേതാവ്. അയ്യോ അമ്മേ, കാത്തു.